കിട്ടി പണി കിട്ടി. അപ്പം മൂക്കുകുത്തിന്റെ ഒരു അപാരത കേട്ടോ കാണുന്നത്. അതായത് ഞാൻ വെറുതെ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് ജ്വല്ലറിയിൽ എന്നെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പം ഞാൻ അറിയുന്നില്ലായിരുന്നു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എവിടെ കുത്താം. പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, എനിക്ക് കുത്താനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ കുത്തണം എവിടെ കുത്തണം, അതായത് വലത് കുത്തണോ ഇടത് കുത്തണോ എന്നറിയില്ല. അപ്പം ഞാൻ കരുതി വലത് കുത്താം, സെൽഫിയൊക്കെ എടുക്കുന്നതല്ലേ വലത് കുത്താം എന്ന് എഴുതി. അത് ശരിക്കും അബദ്ധമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം എല്ലാവരും ഇടതല്ലേ കുത്തുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വെറൈറ്റി അല്ലേ എന്ന് വിചാരിച്ചു. എനിക്ക് കൊള്ളാമോ ഇല്ലെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഞാൻ വലത് കുത്താൻ തന്നെ വിചാരിച്ചു. കാരണം വെച്ചാൽ സെൽഫി ഒക്കെ എടുക്കുന്ന അങ്ങനെയല്ലേ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അപ്പോൾ ഈ കുറഞ്ഞാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ ടിഷ്യൂ ഒക്കെ വാങ്ങിച്ചു വെച്ച്, കാരണം കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം ഒഴിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ പിന്നെ നമ്മൾ ആ ചടങ്ങ് കഴിഞ്ഞു. ഒരു പറയാമല്ലോ ഒരു 14 വർഷമെങ്കിലും അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം കാത്തിരുന്നത്. ഇത്ര പെട്ടെന്ന് എപ്പോഴും ഞാൻ വിചാരിച്ചില്ല. അതായത് പെട്ടെന്ന് വന്നിട്ട് മൂക്ക് കുത്തണമെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല. ഈ എക്സിബിഷനൊന്നും ഒന്നും വെറുതെ അല്ല. അതായത് എന്തിനാ വെറുതെ കുത്തുന്നത്, വേദനയൊക്കെ സഹിച്ചെന്ന് പലർക്കും തോന്നാം. സംഭവം നമുക്ക് ഇഷ്ടമാണ് കുത്താനായിട്ട്, പക്ഷേ അത് ശരിക്കും നല്ല കിളിപോയി വേദന തന്നെയാണ്. പിന്നെ അവരെന്തോ ഓയിൻമെൻ്റ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പോയിട്ട് ഞാൻ ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് ആ ഒരു വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഒരു 2 ദിവസമായപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് മാറിയായിരുന്നു. പിന്നെ നമ്മൾ ഇത് സെലക്ട് ചെയ്യണം കേട്ടോ, അത് മൂക്കുത്തി കേട്ടത്. കാരണം ഒരു 5 ദിവസം കഴിഞ്ഞ് വരുന്നതിന് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്തേ.